ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് ഈവനിങ് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് റെസ്റ്റോറൻറ്റ് സജസ്റ്റ് ചെയ്ത് നമ്മൾ ലാസ്റ്റ് എത്തിയത് റാന്തലിൽ തന്നെയായിരുന്നു. അപ്പോൾ റാന്തലിൽ ഇന്ന് നമ്മൾ എല്ലാവരും തീരുമാനിച്ചൊരു കാര്യമാണ്, നമ്മൾ ഇതുവരെ കഴിക്കാത്ത സ്പെഷ്യൽ ഐറ്റംസ് കഴിച്ചിരിക്കുന്നു. ഇവിടുത്തെ ആംബിയൻസ് ഒട്ടും പറയാനില്ല, എപ്പോഴും ഉള്ള പോലെ തന്നെ അടിപൊളിയാണ്. എനിക്ക് ഈ മഴയുടെയൊക്കെ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. നമ്മൾ ആ ഒരു സ്പോട്ടിലാണ് ഇത്തവണ ഇരുന്നിട്ടുണ്ടായിരുന്നത്. നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ഏരിയ. അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള സ്റ്റാർട്ടേഴ്സും അതുപോലെ തന്നെ സൂപ്പും സാലഡും പിന്നെ ഒരു മെയിൻ കോഴ്സും ആയിരുന്നു നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സൂപ്പ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് മാഞ്ചോ സൂപ്പ് തന്നെയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സാലഡിലാണെങ്കിൽ റാന്തലിൻ്റെ സ്പെഷ്യൽ സാലഡ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് സ്പെഷ്യലായിരുന്നു. നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കോംബോ, അടിപൊളിയായിരുന്നു അത്. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റാർട്ടറാണ്. അതെന്ന് പറയുമ്പോൾ ക്രിസ്പി ചിക്കൻ ഗാർലിക് ഹോട്ട് സോസ്, അങ്ങനെ എന്തുവാണ് അതിൻ്റെ പേര്. സംഭവം പൊളിയായിരുന്നു. അപ്പം നമുക്കിത് ഇവർ തന്നെ സെർവ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. പിന്നെ മെയിൻ കോഴ്സിൽ നമ്മൾ അറബിക്കടൽ, അതുപോലെ തന്നെ നൂർജഹാൻ ചിക്കൻ, അതുപോലെ തന്നെ നൂൽ പൊറോട്ട, ഫ്രൈഡ് റൈസ്, അങ്ങനെയുള്ള കുറച്ച് ബട്ടർ നാൻ, ഇത്രയും കാര്യങ്ങളായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഓർഡർ ചെയ്തിട്ട് കഴിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് നമ്മുടെ സ്റ്റാർട്ടറിലെ ഈ ഹോട്ട് ഗാർലിക് സോസുള്ള ക്രിസ്പി ചിക്കനാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ പനീർ മസാല ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട്. അതും അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എനിക്ക് കണ്ടിട്ട് അങ്ങോട്ടേക്ക് നോക്കാൻ പോലും തോന്നാത്തൊരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ അറബിക്കടലായിരുന്നു. ആ ഒരു ഓംപ്ലേറ്റും സംഭവം ടേസ്റ്റ് ഉണ്ട്, പക്ഷെ എനിക്കെന്തോ അതിൻ്റെ ആ ഒരു അതത്ര പിടിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാനത് കഴിച്ചിട്ടില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ നൂർജഹാനായിരുന്നു, അത് നല്ലൊരു ഗ്രാൻഡ് ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫ്രൈഡ് റൈസിൻ്റെ മുകളിലൊരു ഫുൾ ഓംപ്ലേറ്റ് ഒക്കെ ആയിട്ട് നല്ല വെറൈറ്റി ആയിരുന്നു. അവസാനം നമ്മളൊരു ഐസ്ക്രീമും മൊജീറ്റും ലൈം ജ്യൂസൊക്കെ ആക്കിയിട്ട് ഇതൊക്കെ ഒന്ന് ഒതുക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്